ഹലോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടേത് വീണ്ടും ഒരു പപ്പായൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പുറമേ നിന്ന് പപ്പായ വാങ്ങാറേ ഇല്ല. അപ്പോൾ എനിക്ക് ഒരാൾ തന്ന ഗിഫ്റ്റ് തന്നൊരു പപ്പായെന്ന് അതിൻ്റെ വിത്തിട്ടിട്ട് വന്നതാണ് എനിക്ക് കിട്ടിയ ഒരു റെഡ് ലേഡിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനാണെങ്കിൽ മുൻപ് ഞാൻ ചെയ്ത പപ്പായ എല്ലാം എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കൃഷി ചെയ്ത പപ്പായ തന്നെ ആയിരുന്നു. 2-3 കിലോ ഒക്കെ ഉള്ള പപ്പായൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അതിന് പിന്നെ ഒരുപാട് പപ്പായൊക്കെ തന്ന് അവരൊക്കെ എന്നെ വിട്ട് പോയി. അതായത് എല്ലാം മഴയത്തൊക്കെ നശിച്ചു പോയി. അതിന് പിന്നെ എനിക്ക് ഉണ്ടായതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ കരുതി ഞാൻ മുൻപേ ഇട്ട പപ്പായൻ്റെ സെയിം ആയിരിക്കും എന്ന് കരുതി. പക്ഷേ വന്നപ്പോഴും ഇവിടെ നല്ല റെഡ് ലേഡി കുട്ടിയാണ്. അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല നല്ല നമ്മുടെ കാലാവസ്ഥക്ക് നമുക്ക് എന്തൊക്കെ വെച്ച് പിടിപ്പിച്ച് മക്കൾക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. ഇപ്പം മാവായാലും പ്ലാവായാലും ഒക്കെ നമ്മളെ പൂർവികർ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മായമില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്ന നമ്മളെ ചെടികളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ബാക്കി എല്ലാത്തിലും മായമാണ്. അപ്പം എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ അത്രയും നല്ല രീതിയിൽ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അത് ഇത്തിരി രുചി കുറഞ്ഞാലും രുചി കൂട്ടാനുള്ളതൊന്നും ആഡ് ചെയ്യാണ്ട് നാച്ചുറലായിട്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് ഓരോരുത്തർ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾക്ക് നമുക്ക് എവിടെ പോലും ധൈര്യമായിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പപ്പായ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കട്ട് ചെയ്ത് തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും സുഖമായിട്ട് 4-5 ആൾക്ക് സൂപ്പറായിട്ട് കഴിക്കാം. എന്നാലും എൻ്റെ മക്കൾ ഹാപ്പിയാണ്. അപ്പോൾ ഇത് കാണുന്നതിന് എൻ്റെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.